ഹായ് ഹലോ നമസ്കാരം. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുഴയും കടന്നു എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേൾക്കാം കേട്ടോ. അപ്പോൾ കഥയിൽ നമ്മളുടെ മറ്റേ വിനീതിൻ്റെ വീടാണ്. വിനീതിൻ്റെ വീട്ടിൽ വിനീതിൻ്റെ ചേച്ചി സൂത്രത്തിൽ എങ്ങനെയെങ്കിലും ആ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം അവർ ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം എതിർത്തിട്ട് വിനീതിനെ അങ്ങനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഇതൊന്നും ഇവളെ സുജാതയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പറയും, ഞാൻ അമ്മയെ സഹായിക്കാനും കൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏട്ടനിവിടെ വന്ന് ദാസേട്ടനിവിടെ വന്ന് നിൽക്കാൻ തീരെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, കാരണം അവിടെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പന്യന്മാരെയാണ്. അപ്പോൾ അതുപോലൊന്നും ഇവിടെ തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്വത്തുവകകളും അമ്മയുടെ ബാങ്ക് ബാലൻസും ഒക്കെ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയാം. അപ്പോൾ പറയും, ഇവരിങ്ങനെ സൂക്ഷിച്ച് ഇവളെ നോക്കുകയാണ്. ഇവൾ ഭയങ്കര തട്ടിപ്പത്തിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്വത്തുവകകളിൽ ഒരു തീർപ്പുണ്ടാക്കണം, അതായത് എല്ലാം എൻ്റെ പേർക്ക് എഴുതി വെച്ച് തരണം അമ്മ. വിനീത് വന്നാലോ എന്നാണ് ചോദിക്കുന്നത്. വിനീത് വരില്ല എന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ദാസേട്ടനും കുടുംബത്തിനും അതൊരു സംശയമാണ്. അതുകൊണ്ട് അമ്മ അതെന്തെങ്കിലും ഒന്ന് ചെയ്യണം. രേഖപ്രകാരം എൻ്റെ പേർക്ക് എല്ലാം ആക്കണം. അമ്മയുടെ ബാങ്ക് ബാലൻസും അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ ഈ വീടും ഇതിൻ്റെ ചുറ്റുള്ള പറമ്പും ഒക്കെ അമ്മ എൻ്റെ പേർക്ക് എഴുതി വെച്ച് തരണം. ഇതിനെന്തായാലും ഒഴിവാക്കില്ല, ഇനി അപ്പോൾ അവന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിതിങ്ങനെ കേട്ടിട്ട് അമ്മ എന്താ ഒന്നും പറയാത്ത പറയുമ്പോൾ എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീച്ച് പോവാണ് സുജാത കേട്ടോ. അപ്പോൾ ഇവള് തള്ള നടക്കുകയാണ്, ഉരുണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും മിണ്ടാണ്ട് പോയി കഴിഞ്ഞത് അവർക്ക് മനസ്സിലായി, ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടോ. അങ്ങനെ വരട്ടെ, സമയമുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിടിക്കും എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ നിൽക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗംഗ പിള്ളേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീള സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഗംഗയോട് ഇങ്ങനെ പറയും, ഗംഗേച്ചി പോലൊരു ടീച്ചറുണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ, ഗംഗേച്ചി പോലെ തന്നെയാണ് സംസാരം ഒക്കെ എന്നറിയാം. അപ്പോൾ യമുന അവിടെ നിന്നിട്ട് പറയും, മതിയടി തള്ളിയത്, ഇങ്ങനെ തള്ളല്ലേ എന്ന് പറയുമ്പോൾ, തള്ളല്ലേ സത്യമായിട്ടും ഗംഗേച്ചി എന്ന് പറയണം. അപ്പോഴേക്കും ഇടയ്ക്ക് ശാരദ വരുന്നുണ്ട്. ശാരദ പറയും, നീ ഇവിടെ കിടക്കുകയാണോ നോക്കിയപ്പോൾ, എന്താ അമ്മേ എന്ന് ചോദിക്കുകയാണ് ഗംഗ. അപ്പോൾ എടി വിനീത് എന്താടി വരാത്ത? എനിക്കറിയില്ല. അപ്പോൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. നീ വിളിച്ചതുമില്ലേ? ഇല്ല. അപ്പം നീ രാവിലെ പോകുമ്പോൾ അവനോട് ചോദിക്കണ്ടേ എപ്പോഴാണ് വരിക എന്ന് ചോദിക്കണ്ടേ? ഞാനൊന്നും ചോദിച്ചില്ല, സാധാരണ വരും പോലെ വരും. എടി അവൻ്റെ വീട്ടിൽ എത്ര മണിക്കാണ് വരിക എന്ന് നീ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല അറിയും. നീ ഇതെന്താ ഒന്നും അറിയാത്ത പോലെ നീ അന്വേഷിക്കണ്ടേ? നീ എന്താ വിളിക്കാഞ്ഞേ? വരുമമ്മേ, വരാതിരിക്കില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് ശരി, നിന്നോട് ഞാൻ എന്താ പറയുക, നീ എന്താ ഇവിടെ കിടക്കുന്ന വയ്ക്കുമ്പോൾ, അതിനെന്താ ഞാൻ സാധാരണ ഇവിടെ തന്നെ അല്ലേ കിടക്കാറ്, ഇവിടെയാണോ? ഒന്നില്ല നിൻ്റെ കല്യാണം കഴിഞ്ഞു, നീ വിനീതിൻ്റെ റൂമിൽ പോകുമെന്ന് പറയും. അപ്പോൾ യമുന പറയും, അമ്മേ അത്